ഇന്നത്തെ വീഡിയോ കുറെ സൈക്കോകളായിട്ടുള്ള ബി പ്രേക്ഷകർക്കെതിരെയാണ്. തീർച്ചയായിട്ടും വില്ലനാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ആര്യൻ എന്ന സ്ട്രോങ് പ്ലെയറെ പുറത്താക്കിയിട്ട് പകരം സാബുമോൻ എന്ന ഒന്നും ചെയ്യാത്ത ഒരു നിലപാടുമില്ലാത്ത ഒരാൾ, ഇപ്പോൾ ആദില എന്ന് പറഞ്ഞാൽ ആദിലയുടെ കൂടെ നിൽക്കും, അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ കൂടെ നിൽക്കും, അനീഷ് എന്ന് പറഞ്ഞാൽ അനീഷിന്റെ കൂടെ നിൽക്കും. ഒന്നും അറിയാത്ത ഒരാളെ എന്തിന് ഇനിയും നിർത്തുന്നു? ഞാനും ചോദിക്കട്ടെ, ഒരു ബി വൃത്തിയായിട്ട് നടക്കണമെങ്കിൽ അവിടെ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണം. അത് ചിലപ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള കണ്ടന്റ് ആയിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ അത്തരം ആൾക്കാരെ പുറത്താക്കിയാൽ പിന്നെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സാബുമോനെ പോലുള്ള 21 പേരെ അടുത്ത സീസണിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ എന്തായിരിക്കും? ഞാൻ കാണുമോ? ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ കാണുമോ? ബി പോലും 50 ദിവസം കഴിഞ്ഞ് പൂട്ടിക്കെട്ടിപ്പോത്തില്ലേ? അത് മാത്രമല്ല, ബിയും ആര്യനോട് കാണിച്ചത് മോശത്തരമാണ്. ഇന്നലത്തെ ടിക്കറ്റ് ഫിനാലയിലെ സെക്കൻഡ് ലാസ്റ്റ് ടാസ്കിൽ ബി എന്താണ് ചെയ്തത്? ആര്യൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അത് രണ്ടാമത് അയാളെ കൊണ്ട് ചെയ്യിച്ചു. ശരിക്കും അയാൾ ആ സ്കെയിലിന്റെ അറ്റത്ത് വെച്ചില്ല എന്നുള്ള സത്യം. പക്ഷെ അതുപോലെ പലരും അങ്ങനെ കാണിച്ചു. അനുമോൾ അങ്ങനെ ചെയ്തു, പലരും അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു പണി ബി ആര്യന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ടിക്കറ്റ് ഫിനാലെ തൂക്കി അയാൾ ടോപ്പ് 5 വരുമായിരുന്നു. ഇനിയിപ്പോൾ നിവിന് മണി ബോക്സ് എടുക്കാൻ പറ്റില്ല എന്ന് ബി ഒരു വാണിംഗ് കൊടുത്തത് കേട്ടു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമാണ് ബിയുടെ ഭാഗത്തുനിന്ന് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിവിൻ മണി ബോക്സ് എടുത്ത് ഓടിയേനെ. കഴിഞ്ഞ പ്രാവശ്യം സീക്രട്ട് ഏജന്റ് മണി ബോക്സ് എന്ന് കേട്ടപ്പോൾ തന്നെ ആ നിമിഷം അതെടുത്തുകൊണ്ട് ഓടിയ വഴിയിൽ പുല്ല് പോലും മുളച്ചില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അതേ അവസ്ഥയിൽ നിവിൻ തീർച്ചയായിട്ടും ആദില എടുക്കുന്നതിന് മുന്നേ ഒരു ഡൈവിങ്ങിലൂടെ അതെടുത്ത് ഓടി ബിക്ക് പുറത്ത് ചാടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു അവസ്ഥ ബി ഇല്ലാണ്ടാക്കി. എങ്കിലും ബിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം മണി ബോക്സ് എടുക്കാതെ അവൻ അവിടെ നിൽക്കട്ടെ, ടോപ്പ് 5 വരട്ടെ. കാരണം വില്ലൻ എവിടെ വേണം, നായകന്മാർ മാത്രം പോരാ. നമ്മൾ ഫുട്ബോളുകൾ കാണുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സിനെ കൃത്യമായിട്ട് ഫൗൾ ചെയ്യാനും അല്ലെങ്കിൽ അവരെ പല കളിയിൽ നിന്നും മാറ്റാനും ശേഷിയുള്ള ഡിഫൻഡേഴ്സ് ഉണ്ട്. അവർക്കും കൈയടി കിട്ടുന്നുണ്ട്, അവർക്കും സ്വീകാര്യത കിട്ടുന്നുണ്ട്. കാരണം അവനും ടാലന്റ് ആണ് കാണിക്കുന്നത്, അവനും അവന്റെ ബ്രില്യൻസ് ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നിവിൻ, അതുപോലെ ആര്യൻ, അതുപോലെ അക്ബർ പോലുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരും തീർച്ചയായിട്ടും ബിഗ് ബോസ് വേണം. ഒന്നിനും കൊള്ളാത്ത പാഴായിട്ടുള്ള ഈ പറഞ്ഞ സാബുമാനെ പോലുള്ളവരെ പുറത്താക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.